പെരിയാരേ പെരിയാരേ പർവ്വത നിറയുടെ പനിനീരേ കുളിരും. നമസ്കാരം. ഈ ഗാനം കേട്ടുവല്ലോ. വയലാർ രാമവർമ്മ എഴുതിയ അതിമനോഹരമായ ഒരു ഗാനം. പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരേ. കാത് കേൾക്കുന്ന മലയാളി ഉള്ള അത്രയും കാലം ഈ ഗാനം നിലനിൽക്കും. എന്നാൽ പെരിയാറിൻ്റെ മഹിത ഗുണങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വയലാർ എഴുതിയ ഈ ഗാനം ഇന്ന് ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. പെരിയാറിൽ പനിനീരല്ല ഉള്ളത്, വിഷനീരാണ് എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. നമ്മുടെ പെരിയാറിൽ വിഷവെള്ളം കലക്കിയിട്ടുണ്ട്. കളമശ്ശേരി മുതൽ നമ്മുടെ വൈപ്പിൻ വരെ മീൻ ചത്തു പൊങ്ങിയുണ്ട്, മന്ദിച്ചും പൊങ്ങുന്നുണ്ട്. ഫിഷിംഗ് മേഖലകളെല്ലാവരും മീൻ പിടിച്ച് വിൽക്കുന്നുമുണ്ട്, മാർക്കറ്റിൽ കൊണ്ടുപോകുന്നുണ്ട്. പുഴ മീൻ മന്ദിച്ച് ഇഷ്ടംപോലെ പൊങ്ങുന്നുണ്ട്. ഇത് കാഴ്ച കാണണമെങ്കിൽ പച്ചാളം വാക്കുവേട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണും. വലിയ വലിയ മീനുകൾ മന്ദിച്ച് പൊങ്ങുന്നതും മീൻകാരും വീശി പിടിക്കുന്നതും എല്ലാം. ഇത് ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമാണ്. ഇഷ്ടം പോലെ ഇന്ന് ഇഷ്ടം പോലെ മീൻ ചുറ്റുപാലത്തിൻ്റെ ഇറക്കിൽ ചെന്ന് ഇപ്പോൾ കിടക്കും. കരിമീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ലാബിഷാണ്. കൂരിയൊക്കെ പൊങ്ങിയിടും, വലിയ വലിയ കട്ടില, ചെമ്പല്ലി, കാളാഞ്ചി ഒക്കെ ഇങ്ങനെ മന്ദിച്ച് പൊങ്ങണേന്. വിഷവെള്ളം വിട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി. ആരും മീൻ മേടിച്ച് കഴിക്കരുത്, കാരണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്കൊക്കെ അലർജി, ഇത് അസുഖങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞു വരുന്നത്, പെരിയാറിൽ കൂട്ടക്കുരുതി നടന്നിരിക്കുന്നു, മത്സ്യക്കുരുതി നടന്നിരിക്കുന്നു. എടയാർ, കടുങ്ങല്ലൂർ, വരാപ്പുഴ, ഏലൂർ എന്നീ മേഖലകളിലൂടെ ഒഴുകുന്ന പെരിയാറിൽ ഇന്നലെയും ഇന്നുമായി നിരവധി മത്സ്യങ്ങളാണ് ചത്ത് പൊങ്ങിയിരിക്കുന്നത്. അപൂർവ ഇനം മത്സ്യ സമ്പത്തുകളുള്ള ഈ മേഖലയിൽ അത്രയും തന്നെ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ദുരന്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത്, ഈ പെരിയാറിൻ്റെ തീരങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പല കമ്പനികളിൽ നിന്നും വ്യവസായ മേഖലയാണ്, കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയാണ് ഏലൂർ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുന്നത്. ഇന്ത്യൻ അലൂമിനിയം കമ്പനി, FACT അടക്കമുള്ള നിരവധി കമ്പനികളാണ് ഏലൂർ വ്യവസായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി രാജീവിൻ്റെ മണ്ഡലം കൂടിയാണ് ഏലൂർ എന്നുള്ളതാണ്. കളമശ്ശേരി മണ്ഡലത്തിൽപ്പെട്ട പ്രദേശമാണ് ഏലൂർ. ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയാണ് ഇപ്പോൾ അതിഭീകരമാം വിധം മത്സ്യക്കുരുതി നടന്നിരിക്കുന്നത്. മത്സ്യങ്ങൾ കൂട്ടത്തോടുകൂടി ചത്ത് പൊങ്ങിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ചാകര കയറിയതാണോ എന്ന് വരെ നമുക്ക് ഒരു തോന്നലുണ്ടാകാം. ചെമ്മീൻ എന്ന സിനിമയിലൊക്കെ ചാകര നമ്മൾ കണ്ടതാണ്. ചാകരയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ആ സിനിമയിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തിയതാണ് രാമു കാര്യാട്ട്. വല നിറയെ മീൻ, തീരം നിറയെ മീൻ, വഞ്ചി നിറയെ മീൻ എന്നതായിരുന്നു ചാകരയുടെ ഒരു ലക്ഷണം. എന്നാൽ അത്തരം ദൃശ്യങ്ങളെ കവച്ചു വയ്ക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെയും ഇന്നുമായി പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി കിടക്കുന്നത് കാണുന്നത്. വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നും അനധികൃതമായി പെരിയാറിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന മാലിന്യ ജലക്കുഴലുകളാണ് ഈ മത്സ്യങ്ങളെ കൂട്ടത്തോടു കൂടി കൊന്നൊടുക്കിയിരിക്കുന്നത് എന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. കാലാകാലങ്ങളായി എന്നൊക്കെ മുതൽ പെരിയാറിൻ്റെ തീരങ്ങളിൽ ഓരോരോ കമ്പനികൾ തുടങ്ങിയിട്ടുണ്ടോ, ഈ കമ്പനികളിലെ രാസമാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യങ്ങളും പുറന്തള്ളിയിരുന്നത് പെരിയാറിലേക്കായിരുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. കമ്പനിയുടെ ഭൂഗർഭ സ്ഥലങ്ങളിൽ നിന്നും പെരിയാറിലേക്ക് വലിയ വലിയ മാലിന്യ കുഴലുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ കുഴലുകളുടെ അറ്റം പെരിയാറിൽ ചെന്ന് നിൽക്കുന്നു. കമ്പനികൾ പുറന്തള്ളുന്ന അത്രയും മാലിന്യം പെരിയാറിൻ്റെ അടിത്തട്ടിൽ അടിയുന്നു. ഇതാണ് പെരിയാറിലെ മത്സ്യസമ്പത്ത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ജലജീവികൾക്ക് ഭീഷണിയായി ഇങ്ങനെ വർത്തിക്കുന്നത്. എത്രയോ നാളുകളായി ഇതിനെതിരെ പരിസ്ഥിതിവാദികളും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നാൽ പണവും സ്വാധീനവും രാഷ്ട്രീയ ഇടങ്ങളിലുള്ള പിടിപാടും കൊണ്ട് ഈ കമ്പനികളും കമ്പനികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ദല്ലാളന്മാരും കൂടി ഈ പരിസ്ഥിതിയെ നാശോന്മുഖമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ പെരിയാറിൽ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളുടെ കൂട്ടച്ചാകര. ഇതിന് മരണച്ചാകര എന്നുകൂടി നമുക്ക് പേരിടാം, ചാവ് ചാകര എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. ഇതിനാരാണ് ഉത്തരവാദി? വ്യവസായ വകുപ്പ് മന്ത്രി രാജീവിൻ്റെ മണ്ഡലമായ കളമശ്ശേരിയിലാണ് ഇത്തരം ഒരുപാട് കമ്പനികൾ സ്ഥിതി ചെയ്യുന്നത്. ഈ കമ്പനികളുടെ എല്ലാത്തിൻ്റെയും മാലിന്യക്കുഴലുകൾ പെരിയാറിലേക്കാണ് സ്ഥാപിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. എന്തുകൊണ്ടാണ് ഇതിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുവാനായി ഇവർക്ക് സാധിക്കാതെ പോകുന്നത്, സർക്കാരിന് സാധിക്കാതെ പോകുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ
വീണ വിജയൻ തൻ്റെ എക്സാലോജിക്കിന് വേണ്ടി 1,72,00,000 രൂപ CMRL എന്ന കമ്പനിയിൽ നിന്നും വാങ്ങി, മാസപ്പടിയായി വാങ്ങി എന്നൊരു വലിയ വിവാദം ഈ അടുത്തിടെ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും ആ വിവാദം നിലനിൽക്കുന്നുണ്ട്. ഈ CMRL എന്ന കമ്പനി നിലനിൽക്കുന്നതും പെരിയാറിൻ്റെ തീരത്ത് തന്നെയാണ്, ഏലൂർ വ്യവസായ മേഖലയിൽ തന്നെയാണ്, കടുങ്ങല്ലൂർ പഞ്ചായത്തിലാണ്. കടുങ്ങല്ലൂരും ഏലൂരും വരാപ്പുഴയും മുതലായ പ്രദേശങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന പർവ്വതനിരയുടെ പനിനീര് പോലെ കുളിരും കൊണ്ട് കുണുങ്ങി ഓടിക്കൊണ്ടിരുന്ന എന്ന് കവി പറയുന്ന രീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന പെരിയാറിൽ ഇന്ന് രാസമാലിന്യങ്ങളുടെ കുമിളകളാണ് പൊങ്ങുന്നത്, കുളിരല്ല. ഈ രാസമാലിന്യങ്ങൾ പരിസ്ഥിതിക്കും അവിടുത്തെ ആവാസ വ്യവസ്ഥിതിക്കും വലിയ ഭീഷണി ഉയർത്തുന്നു. ഇന്ന് മത്സ്യ സമ്പത്ത് നശിക്കുന്നു, അല്ലെങ്കിൽ ജലജീവികളെ ഇത് കൊന്നൊടുക്കുമ്പോൾ നാളെ മനുഷ്യർക്കും ഇത് വലിയ വിനയായിത്തീരുന്നു. ഈ പുഴയിൽ ഇറങ്ങുന്ന, പെരിയാറിൽ ഇറങ്ങുന്ന ആരെങ്കിലും ഇറങ്ങി കുളിക്കുവാനോ അല്ലെങ്കിൽ കുടിക്കുവാനോ ഈ വെള്ളത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം നിത്യരോഗികളായി തീരുന്നു, ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാസ്ത്രീയ പഠനങ്ങൾ ഇത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യനെയും പ്രകൃതിയെയും കൊന്ന് നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യരെയും പ്രകൃതിയെയും കൂട്ടക്കുരുതി നടത്തി ലാഭം കൊയ്യുന്ന ഇത്തരം കമ്പനികൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്, ഏറ്റവും വിചിത്രമായ വസ്തുത തന്നെയാണ്. മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളെല്ലാം ഇത്തരം കമ്പനികളുടെ കയ്യിൽ നിന്നും കോഴകൾ വാങ്ങി പരിസ്ഥിതിയെയും മനുഷ്യനെയും മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെയും ജലജീവികളെയും കൊന്നൊടുക്കുന്ന കാഴ്ച ഇനി അതിവിദൂരമായിരിക്കില്ല എന്ന് തന്നെയാണ് പരിസ്ഥിതി സ്നേഹികളും പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി എന്താണ് ഇതിനൊരു പോംവഴി? ആരാണ് ഇതിനൊരു മുൻകൈയെടുക്കുക? ഇത് നാളുകളായി തുടരുന്ന ഒരു കഥ തന്നെയാണ്. ഒരു കാരണവശാലും ഇത്തരത്തിൽ ലാഭക്കൊതി മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന കമ്പനികളിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായതും ഇത് തന്നെയാണ്. ലക്ഷങ്ങളോ ഒരുപക്ഷെ കോടികളോ ചിലവാക്കിയാൽ മാത്രമേ ഫലപ്രദമായ രീതിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഇത്തരം കമ്പനികൾക്ക് സ്ഥാപിക്കാനാവൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയും പണം മുടക്കി മാലിന്യം സംസ്കരിക്കാൻ ഇവർ തയ്യാറല്ല. കാരണം അത്രയും രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതിക്ക് അവർ തയ്യാറല്ല. 5 പൈസ നഷ്ടമില്ലാതെ മാലിന്യങ്ങളെല്ലാം പെരിയാറിലേക്ക് ഒഴുക്കാൻ സാധിക്കും എന്നിരിക്കെ പിന്നെ എന്തിനാണ് കോടികൾ മുടക്കി അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെയൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യം എന്നാണ് ഓരോരോ കമ്പനികളും ചിന്തിക്കുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ചില പരിസ്ഥിതി സ്നേഹികൾക്കുമെല്ലാം കൈമടക്ക് കൊടുത്ത് തങ്ങളുടെ കമ്പനി നടത്തിക്കൊണ്ടു പോകുവാൻ വേണ്ട എല്ലാ ഒത്താശയും ഇവർ സ്വരൂപിക്കുന്നു. അവരുടെ പിൻബലത്തിൽ തന്നെയാണ് ഇവർ ഇത്തരം കൂട്ടക്കുരുതി നടത്തുന്നത്. ഇന്ന് മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങുന്നതെങ്കിൽ നാളെ മനുഷ്യർ തന്നെയായിരിക്കും ഇവിടെ വീണടിയാൻ പോകുന്നത് എന്നുള്ള സത്യം ഇവരുടെ കൈമടക്ക് വാങ്ങിക്കുന്ന രാഷ്ട്രീയക്കാരോ പരിസ്ഥിതിവാദികളോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് പരിസരവാസികളോ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരത് അറിയാതെ പോകുന്നു. അഥവാ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെയൊരു കൂട്ടക്കുരുതിക്ക്, വരും നാളുകളിലെ കൂട്ടക്കുരുതിക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരിക്കലും പെരിയാറിൽ ഇങ്ങനെ മത്സ്യസമ്പത്ത് നഷ്ടമാവാതിരിക്കട്ടെ, പെരിയാറിൻ്റെ തെളിനീര് പോലുള്ള പനിനീര് പോലുള്ള ജലം മലിനമാകാതിരിക്കട്ടെ, രാസമാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ആരും ഇനി പെരിയാറിലേക്ക് തള്ളാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം. ഏതാണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കൂട്ടക്കുരുതിയിൽ 35 മുതൽ 45 ലക്ഷത്തോളം വരെയുള്ള മത്സ്യസമ്പത്താണ് നഷ്ടമായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനാരും ഉത്തരം പറയും? ഇവിടെ മറ്റൊരു അപകടം കൂടിയുണ്ട്. ഇത്തരത്തിൽ ചത്തുപോകുന്ന മത്സ്യങ്ങൾ വാരിക്കൂട്ടി മാർക്കറ്റുകളിൽ എത്തിക്കുന്ന ലാഭക്കൊതിയന്മാർ വേറെയുണ്ട്. ഇത് വാങ്ങിക്കഴിക്കുന്ന ആളുകൾക്ക് വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും അതിഭീകരമായ മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നു, പടർന്നു പിടിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് ഇതുപോലെ അതിഭീകരമായ മത്സ്യക്കുരുതി നടന്നിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ലാഭം മാത്രം ഇച്ഛിച്ചുകൊണ്ട് എടയാർ മേഖലയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളിലെയും മാലിന്യ ജലക്കുഴലുകൾ പെരിയാറിലേക്കാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരം നമ്മൾ അറിയുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ, വകുപ്പ് മന്ത്രി ഉൾപ്പെടെ, പ്രത്യേകിച്ച് കളമശ്ശേരി മണ്ഡലത്തിന്റെ പ്രതിനിധിയായ വ്യവസായ മന്ത്രി രാജീവ് ഉൾപ്പെടെ ഇത്തരം കെടുകാര്യസ്ഥതയ്ക്ക് കൃത്യമായ രീതിയിൽ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നും നിയമപരമായ നടപടികളിലൂടെ പെരിയാറിലേക്ക് മലിനജലം ഒഴുക്കുന്ന കമ്പനികളെ കൃത്യമായ രീതിയിൽ തന്നെ തടയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പരിസ്ഥിതിയുടെയും മനുഷ്യന്റെയും ജലജീവികളുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം കമ്പനികളെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം, പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.